أعوذ بالله من الشيطان الرجيم قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون من هو شر مكانا وأضعف جندا ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. സൂറത്ത് മറിയം 75-76 ആയത്തുകളാണ്. ദുർമാർഗത്തിൽ ആപതിക്കുന്നവർക്ക് പരമകാരുണികനായ അള്ളാഹു അവസരങ്ങൾ നീട്ടിക്കൊടുക്കുകയാണ്. അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ശിക്ഷയോ ഉയർത്തെഴുന്നേൽപ്പ് നാളോ കണ്ടുമുട്ടുന്നത് വരെ അന്നവർക്ക് ബോധ്യപ്പെടും ആരാണ് ദുഷിച്ച സ്ഥാനീയരെന്നും ആരുടെ സൈന്യമാണ് കൂടുതൽ അശക്തരെന്നും. എന്നാൽ സന്മാർഗം സ്വീകരിച്ചവർക്ക് അതിനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവർ അവശേഷിപ്പിച്ചു പോകുന്ന ആ സൽക്കർമ്മങ്ങളാണ് നിന്റെ റബ്ബിങ്കൽ പ്രതിഫലത്തിനും ഉത്തമ പരിണതിക്കും അർഹമായിട്ടുള്ളത്. നിരീശ്വരവാദികൾക്കും അക്രമികൾക്കും അധർമ്മികൾക്കുമൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ കൂടുതൽ സമയം അനുവദിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ അനുവദിക്കുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവർ സ്വീകരിച്ച ആ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുവാനും ജീവിതം നന്നാക്കി തീർക്കുവാനുമുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. പക്ഷെ ആ അവസരം ഉപയോഗപ്പെടുത്താതെ നിഷ്ഫലമാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് ഭവിക്കുകയോ അതല്ലെങ്കിൽ പരലോകത്ത് വെച്ച് അവർക്ക് ശാശ്വതമായ നരകശിക്ഷയോ ഏറ്റുവാങ്ങേണ്ടി വരും. അവിടെ വെച്ചാണ് അവർക്ക് ബോധ്യപ്പെടുക ഏത് വിഭാഗമാണ് നീചരും നികൃഷ്ടരുമെന്നും ആരുടെ സൈന്യവും പരിവാരങ്ങളുമൊക്കെയാണ് ഏറ്റവും ദുർബലവും ബലഹീനവുമെന്നും. നേരെ മറിച്ച് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവൻ നൽകിയ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് ദുനിയാവിലെ ജീവിതം കെട്ടിപ്പടുക്കുന്നവർക്ക് കൂടുതൽ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരായി തീരുവാനും ആ രംഗത്ത് കൂടുതൽ ക്ഷമയും സഹനവും ധീരതയും പ്രദാനം ചെയ്യുകയും ചെയ്യും. പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യഥാർത്ഥ സൽക്കർമ്മങ്ങളാണ്. നേരെ മറിച്ച് ഇഹലോകത്തെ മാത്രം ഫലങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഈ ലോകത്ത് തന്നെ അതിൻ്റെ ഫലം നൽകപ്പെടുന്നുണ്ട്. അവിടെ അങ്ങനെയുള്ളവർക്ക് പരലോകത്തൊന്നും പ്രതീക്ഷിക്കാനുമില്ല. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.